അതായത് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഇനി അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് അദ്ദേഹമാണ് എടുക്കേണ്ടത്. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസ്സിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിർദ്ദേശിച്ചതിൻ്റെ ഫലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. ഇത് രണ്ടും അലങ്കരിക്കുന്ന അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങൾ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗത്തിനെ KPCCയിലെ ഞങ്ങളൊക്കെ കൂടെ എതിർക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അതായത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനത്തിനെയും ബാധിക്കുന്നുണ്ട്. ഈ രണ്ടിലൊരു കാര്യം അർജൻറ്റായിട്ട് അദ്ദേഹം ചെയ്യുക. ഞങ്ങൾ ഏതായാലും ഇനി ഇതിനി പ്രതികരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം. അല്ല, കോൺഗ്രസ് നേതാക്കന്മാരൊഴികെ എല്ലാവരും സ്തുതിക്കുന്നുണ്ട്, അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഏതാ ലക്ഷ്യം എന്നുള്ള അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞതാണ്, ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സഹകരിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളിപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം നമ്മൾ കൂടിയില്ലെങ്കിൽ നിവൃത്തിയില്ല. കോൺഗ്രസ് എതിർക്കുന്ന മോദിയെ അനുകൂലിച്ചുകൊണ്ട് പോകുന്നുണ്ടാകുന്ന ഈ സാധാരണ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വികാരം അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് വേണ്ടി രാപ്പകൽ പണിയെടുത്തവരാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകർ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ജയിച്ചത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും ഒക്കെ വോട്ട് കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വോട്ടുകളുടെ ഏരിയ പരിശോധിച്ചാൽ കാണാം, ഇവർ പറയുന്ന പല ബുദ്ധികളുടെയും വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യം വരവേറ്റ പല എലൈറ്റ് ക്ലാസ്സുകാരും കഴിഞ്ഞ തവണ പരസ്യമായി രാജീവ് ചേട്ടൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ നാളെ ഏതൊരു വ്യക്തിനെ കോൺഗ്രസ് നിർത്തിയാലും കോൺഗ്രസ് അവിടെ ജയിക്കും. ഇപ്പോൾ ചാൾസ് 3 തവണ ജയിച്ചു. രാഷ്ട്രീയത്തിൽ അന്ന് അറിയപ്പെടാതിരുന്ന VS ശിവകുമാർ വിജയിച്ച നിയോജകമണ്ഡലമാണ്. അതൊരു പാരമ്പര്യമായി കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം 2-3 സന്ദർഭങ്ങളിൽ മാത്രമേ അവിടെ കോൺഗ്രസ് തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ശശി തരൂരിനെ ജയിക്കാൻ കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മുഖം പോലും കാണാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചെയ്ത വോട്ടാണ് അദ്ദേഹത്തിന് MP ആക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടുകൾ തിരുത്തണം. തിരുത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നയിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം വരണം. ഇപ്പോൾ ഫലത്തിൽ അദ്ദേഹം നാട്ടിൽ തന്നെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന് ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ഡയറക്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന അല്ല മൊത്തം മാറ്റുക, അടിമുടി മാറ്റുക, അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല. അതൊക്കെ പിന്നെ CPMൻ്റെ PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ഞങ്ങളുടെ പുനഃസംഘടന മാത്രം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇരട്ടി അടിയാണ് BJPയിൽ. അതാരും എഴുതുന്നില്ലല്ലോ. അവിടെ ഇതുവരെ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളവരെ മാറ്റണമെന്നുള്ളതിൻ്റെ ചർച്ചയാണ് അനാവശ്യമായിട്ട് നടക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നവും പാർട്ടിയിലില്ല. ഇപ്പോൾ KPC നേതൃത്വം മാറിയിട്ട് ഓരോ വെച്ചിയും ബഹളമൊന്നും ഉണ്ടായില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന നടത്തേണ്ട വിഷയങ്ങൾ കേന്ദ്ര നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നടക്കും. അതിലൊരു തർക്കവും ഉണ്ടാവില്ല.